എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ കുടുംബസമേതം അമേരിക്കയിലൂടെ സഞ്ചരിച്ചതിൻ്റെ കുറേ നല്ല കാഴ്ചകൾ ഇവിടെ ഷെയർ ചെയ്യുന്നു. ഇത് ന്യൂയോർക്ക്, അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് ഡച്ചുകാരുടെ ചെറു കുടിയേറ്റ കേന്ദ്രമായി തുടങ്ങി. പിന്നീട് ലോകത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക തലസ്ഥാനമായി മാറിയ ഒരു ചരിത്രമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ദിനമായ ജൂലൈ 4-നാണ്. എല്ലാ വർഷവും ജൂലൈ 4-ന് വിപുലമായ ആഘോഷ പരിപാടികളാണ് അരങ്ങേറുന്നത്. രാജ്യത്ത് ഉടനീളം വർണ്ണാഭമായ വെടിക്കെട്ടുകൾ, പരേഡുകൾ, സംഗീത പരിപാടികൾ, ബാർബക്യൂ പാർട്ടികൾ എന്നിവ നടക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് ഒരു ചരിത്രപരമായ പാരമ്പര്യമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ 1777 ഫിലാഡൽഫിയയിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിലാണ് കരിമരുന്ന് ആദ്യമായി ഉപയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനങ്ങളിലൊന്നായ ന്യൂയോർക്ക് സിറ്റി സബ്വേ 1904 പ്രവർത്തനം ആരംഭിച്ചത്. നഗരത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് ഈ റെയിൽവേ ശൃംഖല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1904 ഒക്ടോബർ 27 ന്യൂയോർക്കിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ പാത ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. തുടക്കത്തിൽ മൻഹാട്ടൻ, ബ്രൂക്ലിൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ബന്ധിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഈ സംവിധാനം പിന്നീട് ക്വീൻസ്, ബ്രോങ്ക്സ് എന്നീ മേഖലകളിലേക്കും വ്യാപിച്ചു. മെട്രോ ഇറങ്ങി ഞങ്ങൾ നേരെ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, ന്യൂയോർക്ക് നഗരത്തിലെ മൻഹാട്ടനിൽ സെൻട്രൽ പാർക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിശാസ്ത്ര മ്യൂസിയത്തിലേക്കാണ് പോയത്. ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി 1869 ഈ സ്ഥാപനം നിലവിൽ വന്നത്. ജീവികളുടെ ഫോസിലുകൾ, സസ്യങ്ങൾ, അസ്ഥികൂടങ്ങൾ, ഉൽക്കകൾ, മനുഷ്യവംശശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ 3.4 കോടിയിലധികം വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. എങ്കിലും ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാറുള്ളൂ. ലോകത്തിലെ ഏറ്റവും മികച്ച ദിനോസർ ഫോസിൽ ശേഖരങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേത്. ടൈറനോസോറസ് റെക്സ്, ടൈറ്റനോസോറസ് തുടങ്ങിയവയുടെ കൂറ്റൻ അസ്ഥികൂടങ്ങൾ കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർ ഇവിടെ എത്തുന്നു. മ്യൂസിയത്തിൻ്റെ സീ ലൈഫ് ഗാലറിയിലെ സീലിംഗിൽ തൂക്കിയിട്ടിരിക്കുന്ന നീലത്തിമിംഗലത്തിൻ്റെ കൂറ്റൻ മാതൃക പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. മ്യൂസിയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കുറേ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ പോയത് ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗമായ മാൻഹാട്ടനിലെ 5th അവന്യൂവിലാണ്. അവിടെയുള്ള സെയിൻറ്റ് പാട്രിക് കത്തീഡ്രൽ ചർച്ചിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഗോഥിക് ശൈലിയിലുള്ള കത്തോലിക്ക ദേവാലയമാണിത്. ഈ മനോഹരമായ ദേവാലയത്തിന് 1858 ആർച്ച് ബിഷപ്പ് ജോൺ ഹ്യൂസ് ആണ് തറക്കല്ലിട്ടത്. പ്രശസ്തനായ ജെയിംസ് റെൻവിക് ജൂനിയർ എന്ന വാസ്തുശില്പിയാണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ന്യൂയോർക്ക് നഗരത്തിലെ മൻഹാട്ടനിലൂടെ കടന്നു പോകുന്ന 5th അവന്യൂ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായതും വില കൂടിയതുമായ തെരുവുകളിൽ ഒന്നാണ്. സമ്പന്നരുടെ ആഡംബര വസ്തുക്കൾ, ലോകോത്തര മ്യൂസിയങ്ങൾ, ആഡംബര ഷോപ്പിംഗ് മാളുകൾ എന്നിവ ഈ തെരുവിനെ പ്രശസ്തമാക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മൻഹാട്ടൻ പ്ലാൻ അനുസരിച്ചാണ് ഈ തെരുവ് രൂപകൽപ്പന ചെയ്തത്. തുടക്കത്തിൽ ഇതൊരു സാധാരണ പാത മാത്രമായിരുന്നു. പിന്നീട് അമേരിക്കയിലെ അതിസമ്പന്നരായ കുടുംബങ്ങൾ ഇവിടെ വലിയ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങി.
ഇതോടെ ഈ തെരുവ് മില്യണേഴ്സ് റോ എന്ന പേരിൽ അറിയപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അതിസമ്പന്നർ വീടുകൾ മാറ്റി തുടങ്ങി. തുടർന്ന് ആഡംബര കടകളും ഷോറൂമുകളും ഈ തെരുവിൽ സ്ഥാനം പിടിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വാടകയുള്ള റീറ്റെയിൽ സ്പേസുകൾ ഇവിടെയാണ് ഉള്ളത്. ഈ അവന്യൂവിന് സമാന്തരമായി ലോകപ്രശസ്തമായ സെൻട്രൽ പാർക്ക്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകാശ ഗോപുരങ്ങളിലൊന്നായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, വാണിജ്യ സമുച്ചയവും ക്രിസ്മസ് ട്രീ ലൈറ്റിങ്ങിനും പ്രശസ്തമായ റോക്ക് ഫെല്ലർ സെൻറ്റർ, അതിമനോഹരമായ സെയിൻറ്റ് പാട്രിക് കത്തീഡ്രൽ ചർച്ച്, മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സ് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ മ്യൂസിയങ്ങൾ എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പിറകിൽ കാണുന്നത് സാക്സ് ഫിഫ്ത്ത് അവന്യൂ. മിഡിൽ ഈസ്റ്റിൽ ഞാൻ 15 വർഷക്കാലം വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഈ അവന്യൂവിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഉദ്യാനം കൂടിയുണ്ട് ഇവിടെ. ഇന്ന് ഫിഫ്ത്ത് അവന്യൂ പാരീസിലെ ചാംസ് എലീസീസ് പോലെ ആഡംബരത്തിനും ഫാഷനും പൈതൃകത്തിനും പേരുകെട്ടതാണ്. മാൻഹാട്ടൻ ബോട്ട് യാത്രയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും ചരിത്രവും ഒരേ സമയം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു യാത്രയാണ് ഈ ബോട്ട് യാത്ര. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഐക്കണിക് ബിൽഡിംഗ്, ആകാശചുംബികളായ കെട്ടിടങ്ങൾ എന്നിവ കാണാനും ഡൗൺ ടൗൺ ക്രൂയിസുകളിലൂടെ ഇതിൻ്റെ ചരിത്രം അറിയാനും സാധിക്കും. ഫ്രാൻസ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സമ്മാനമായി നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രതീകമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ന്യൂയോർക്ക് നഗരത്തിലെ ലിബർട്ടി ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രതിമയുടെ വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ച ഒരു ദീപശിഖയും ഇടത് കൈയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന തീയതി രേഖപ്പെടുത്തിയ ഫലകവുമുണ്ട്. കാൽക്കൽ തകർന്ന ചെങ്ങല കിടക്കുന്നത് അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തെ സൂചിപ്പിക്കുന്നു. തലയിലെ കിരീടത്തിലുള്ള 7 മുള്ളുകൾ 7 ഭൂഖണ്ഡത്തെ പ്രതിനിധീകരിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹാട്ടനെയും ബ്രൂക്ലിനെയും ഈസ്റ്റ് നദിയെ കുറുകെ ബന്ധിപ്പിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു തൂക്കുപാലമാണ് മാൻഹാട്ടൻ പാലം. കാറുകൾക്ക് പുറമെ സബ്വേ ട്രെയിനുകൾക്കും സൈക്കിളുകൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ സൗകര്യമൊരുക്കുന്നു. ന്യൂയോർക്കിലെ വാനമ്പാടികളായ വൻകിട കെട്ടിടങ്ങളുടെ ചരിത്രം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ആരംഭിക്കുന്നത്. നഗരത്തിലെ പരിമിത സ്ഥല സൗകര്യവും വർദ്ധിച്ചു വരുന്ന ബിസിനസ് ആവശ്യങ്ങളുമാണ് മുകളിലേക്ക് കെട്ടിടങ്ങൾ ഉയർത്താൻ തറക്കല്ലിട്ടത്. ന്യൂയോർക്കിലെ ഹൈറൈസ് കെട്ടിടങ്ങൾ കേവലം പാർപ്പിടങ്ങളോ ഓഫീസുകളോ മാത്രമല്ല, അവ ലോക സാമ്പത്തിക ശക്തിയുടെയും വാസ്തുവിദ്യ മുന്നേറ്റത്തിൻ്റെയും പ്രതീകങ്ങൾ കൂടിയാണ്. സ്റ്റീൽ ഫ്രെയിമുകളുടെ കണ്ടുപിടുത്തവും സുരക്ഷിതമായ ലിഫ്റ്റുകളുടെ ആവിർഭാവവും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സഹായകരമായി. 1902 നിർമ്മിച്ച ഫ്ലാറ്റ് ആൻഡ് അയൺ ബിൽഡിംഗ് ഈ കാലഘട്ടത്തിലെ വലിയൊരു അത്ഭുതമായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ആകാശചുംബിയുടെ ചരിത്രം കഠിന അധ്വാനത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഒരു കഥയാണ്. കേവലം 410 ദിവസങ്ങൾ കൊണ്ടാണ് ഈ കൂറ്റൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു കെട്ടിടം പൂർത്തിയാക്കിയത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രമാണ്. മൻഹാട്ടൻ പാലത്തിലൂടെ ഡ്രൈവിംഗ് ഒരു പ്രത്യേക അനുഭവമാണ്. ഇതിൻ്റെ മുകൾ തട്ടിൽ 4 വരി പാതകളും താഴത്തെ തട്ടിൽ 3 വരി പാതകളും ആകെ 7 വരി പാതകളാണ് വാഹനങ്ങൾക്കായി ഉള്ളത്. പാലത്തിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ അടുത്തുള്ള പ്രശസ്തമായ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, മൻഹാട്ടൻ സ്കൈലൈൻ എന്നിവയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നല്ല ദിവസത്തെ കാഴ്ചകൾക്ക് ശേഷം പെൻസിൽവാനിയ സംസ്ഥാനത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ
ഒരു മലയോര മേഖലയായ പോക്കണോസ് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ താമസം. പോക്കണോസ് എന്നാൽ 2 കുന്നുകൾക്കിടയിലൂടെ ഒഴുകുന്ന അരുവി എന്നാണ് അർത്ഥം. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഈ പ്രദേശത്തിന് ലോകത്തിൻ്റെ ഹണിമൂൺ തലസ്ഥാനം എന്നും അറിയപ്പെടുന്നുണ്ട്. അസിൻ എല്ലാവർക്കും ബൈ ബൈ പറയാൻ റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പം നാളെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.